ജെന്റിൽ പേരന്റിങ്ങിന്റെ 6 ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നമ്പർ 1, ഇത് പേരൻസിന്റെ മേലെ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് വെക്കുന്നത്. ഒരു പെർഫെക്റ്റ് പേരന്റ് ആവാനുള്ള പ്രഷർ ഉണ്ടാകുമ്പോൾ പേരൻസിന് പലപ്പോഴും ഗിൽറ്റ് ആൻഡ് ഷെയിം എക്സ്പീരിയൻസ് ചെയ്യുകയും അവർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒരു അബ്യൂസീവ് പേരന്റ് ആവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്പർ 2, ഓരോ സ്പെസിഫിക് ബിഹേവിയേഴ്സ് മോഡിഫൈ ചെയ്യാനുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ച് ജെന്റിൽ പാരന്റിങ്ങിന്റെ പ്രൊപ്പോണൻസ് ഒരു ക്ലിയർ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്പർ 3, ജെന്റിൽ പാരന്റിങ് ഒരിക്കലും ഒരു ക്വിക്ക് ഫിക്സ് തരില്ല. ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമാണ് കുട്ടിയുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റൂ. നമ്പർ 4, ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിലും റിസർച്ച് എവിഡൻസ് വളരെ കുറവാണ്. കാരണം ഇതൊരു പുതിയ അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പഠനങ്ങൾ നടന്നാലാണ് അതിന്റെ ഇഫക്റ്റീവ്നെസ്സും ഡ്രോബാക്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ 5, ജെന്റിൽ പാരന്റിങ് പലപ്പോഴും പെർമിസീവ് പാരന്റിങ് ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പേരൻസ് കുട്ടി പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്പർ 6, പേരൻസിന് നല്ല ക്ഷമയും സെൽഫ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കൂ. ജെന്റിൽ പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്.